സിഖുകാരായ അച്ഛനെയും മകനെയും കത്തിച്ചു കൊന്നതിൽ മുൻ കോൺഗ്രസ് MP കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കണ്ണിൽ ചോരയില്ലാത്ത കൊടും ക്രൂരതയ്ക്ക് 40 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അങ്ങനെ ശിക്ഷ ലഭിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ശക്തിയിൽ പൗരന് വിശ്വാസം തോന്നുന്നത് ഇത്തരം നടപടികളിലൂടെയാണ്. 1984 നരഹത്യക്കാണ് 2025 വിചാരണ കോടതി ശിക്ഷ വിധിക്കുന്നത്. നിലവിൽ മറ്റൊരു വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട സജ്ജൻ കുമാർ ഈ കേസിലെ ശിക്ഷ കൂടി ഏറ്റുവാങ്ങണം. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ അസാധാരണമായ വഴികളിലൂടെ കടന്നുപോയ കേസിലാണ് ഡൽഹിയിലെ വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കാലം മാപ്പ് കൊടുത്തില്ല. കൊടും ക്രൂരതയ്ക്ക് ഇനി ശിക്ഷ. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സിഖ് വേട്ടയിലാണ് ഇപ്പോഴത്തെ ശിക്ഷ. വൻമരങ്ങൾ വീഴുമ്പോൾ ചെറിയ കുലുക്കങ്ങൾ ഉണ്ടാകും എന്നാണ് രാജീവ് ഗാന്ധി പിന്നീട് ഈ കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിൽ ആസൂത്രിതമായി നടന്ന കൊലയാണ്. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ അതിനെ വിശേഷിപ്പിച്ചത് ഹിന്ദു മോബ് അറ്റാക്ക് 6 എന്നാണ്. ഹിന്ദുക്കൾ സിഖുകാരെ കൊന്നൊടുക്കുന്നു എന്നായിരുന്നു എങ്ങും വാർത്ത വന്നത്. വിഭജനത്തിന് ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വർഗീയ കലാപമായി ഇത് മാറി. സജ്ജൻ കുമാറിന്റെ ഇപ്പോഴത്തെ കേസിലെ വിചാരണയും വിധിയും തീർത്തും അസാധാരണമാണ്. ഒരു കേസും കടന്നു പോകാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചാണ് ഒടുവിൽ വിധി പ്രസ്താവത്തിലേക്ക് എത്തിയത്. മാനവികതയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് ആ നാൾ വഴി. ഡൽഹി സരസ്വതി വിഹാറിൽ 2 സിഖുകാരാണ് 1984 നവംബർ 1 കൊല്ലപ്പെട്ടത്. ജസ്വന്ത് സിംഗും തരുൺദീപ് സിംഗും. ഇവരുടെ ഭാര്യയും അമ്മയും കേസിൽ സാധാരണ സാക്ഷികൾ മാത്രമായിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് രംഗനാഥ് മിശ്ര കമ്മീഷന് മൊഴി നൽകാൻ എത്തിയതായിരുന്നു ഇരുവരും. അപ്പോഴാണ് ഇന്ത്യ ടുഡേ മാസികയിൽ സജ്ജൻ കുമാറിന്റെ ചിത്രം കാണുന്നത്. ഇയാൾ ചൂണ്ടിക്കാണിച്ചാണ് അക്രമികൾ ഇരുവരെയും പിടിച്ചു നിർത്തി തീയിട്ടതെന്ന് കമ്മീഷനു മുന്നിൽ ഭാര്യ മൊഴി നൽകി. കേസിലെ സാക്ഷി എന്ന നിലയിൽ നിന്ന് പരാതിക്കാരി കൂടിയായി ഭാര്യ മാറി. 4 സാക്ഷികളാണ് കേസിൽ ഉണ്ടായിരുന്നത്. അമ്മയ്ക്കും ഭാര്യയ്ക്കും പുറമെ അന്ന് 14കാരിയായ മകളും 21 വയസ്സുള്ള മരുമകളും. ബിരുദാനന്തര ബിരുദധാരിയായ പരാതിക്കാരി സജ്ജൻ കുമാറിനെതിരെ പരാതി നൽകാൻ 1 വർഷം വൈകിയതായിരുന്നു പ്രതിഭാഗം ഉയർത്തിക്കാണിച്ചത്. ഔട്ടർ ദില്ലിയിലെ MP ആയിരുന്ന സജ്ജൻ കുമാറിനെ പരാതിക്കാരിക്ക് അറിയാതിരിക്കാൻ വഴിയില്ലെന്നും 1 വർഷം കഴിഞ്ഞുള്ള പരാതി സ്വീകാര്യമല്ല എന്നുമായിരുന്നു വാദം. പ്രതിയെ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ആദ്യത്തെ പരാതിയിൽ പേര് പറയാത്തത് എന്ന വാദം കോടതി അംഗീകരിച്ചു. MP-യെ കണ്ടാൽ എല്ലാവരും തിരിച്ചറിയണം എന്നില്ല എന്നായിരുന്നു കോടതി നിരീക്ഷണം. സജ്ജൻ കുമാറാണ് പ്രതി എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ പരാതി നൽകിയിട്ടുമുണ്ട്. അത് 1985 സെപ്റ്റംബർ 9 അന്ന് നൽകിയ പരാതിക്ക് പോലീസ് ഒരു FIR ഇട്ടത് 1991 മാത്രമാണ്. പരാതിക്ക് FIR പോലുമില്ലാതെ 6 വർഷമാണ് കടന്നുപോയത്. സ്വന്തം പിതാവിനെയും സഹോദരനെയും ജീവനോടെ കത്തിക്കുന്നത് കണ്ടുനിന്ന 14കാരിയുടെ മൊഴി അവിശ്വസിക്കേണ്ടതില്ല. ഇവരുടെ എല്ലാം മുന്നിൽ വച്ചാണ് കത്തിച്ചു കളയാൻ സജ്ജൻ കുമാർ നിർദ്ദേശം നൽകിയത്. സ്വന്തം പിതാവും സഹോദരനും നിന്ന് കത്തുന്ന ദൃശ്യം ഒരു 14കാരി എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലും മറക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ആൾക്കൂട്ടത്തെ ഇളക്കിവിട്ടതും അക്രമത്തിന് ആഹ്വാനം ചെയ്തതും കത്തിച്ചു കളയാൻ നിർദ്ദേശിച്ചതുമെല്ലാം സജ്ജൻ കുമാർ ആണെന്ന് കേസ് ഡയറിയിൽ നിന്ന് വ്യക്തമാണെന്നും വിധിയിൽ പറയുന്നു. സജ്ജൻ കുമാർ ഇപ്പോൾ തന്നെ തിഹാർ ജയിലിലാണ്. ഇതേ ദിവസം പാലം കോളനിയിൽ 5 സിഖുകാരെ കൊന്നതിന് 2018 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. രാജ്നഗറിലെ ഗുരുദ്വാര കത്തിച്ച കേസിലും സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതേ ദിവസം സുൽത്താൻപുരിയിൽ 7 പേർ കൊല്ലപ്പെട്ടതിലും സജ്ജൻ കുമാർ ആയിരുന്നു മുഖ്യപ്രതി. എന്നാൽ തെളിവുകൾ ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഈ കേസിൽ സജ്ജൻ കുമാറിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. വെറുതെ വിട്ടതിനെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇനിയും 3 പേരെ കൊന്ന കുറ്റത്തിനു കൂടി വിധി വരാനുണ്ട്. ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ആ വിചാരണ ഇപ്പോഴും തുടരുകയാണ്.
കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങി നടന്ന് നിർദ്ദേശിച്ചു നടത്തിയ കൂട്ടക്കൊലയിൽ 3350 സിഖുകാർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക രേഖ. എന്നാൽ മരണം 8000 മുതൽ 17000 വരെ ആകാമെന്നാണ് അനൌദ്യോഗിക കണക്ക്. പുറത്തുവന്ന വിക്കിലീക്ക് രേഖകളിൽ കോൺഗ്രസ് നേരിട്ട് നടത്തിയ കൂട്ടക്കൊല എന്ന അമേരിക്കയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടുമുണ്ട്. CBI നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി. സിഖ് കൂട്ടക്കൊല നടത്തിയത് ഡൽഹി പോലീസിന്റെ പൂർണ്ണ അറിവോടെയാണ്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ടിറങ്ങി ഈ ക്രൂരതയ്ക്ക് ചൂട്ടുപിടിക്കുകയും ചെയ്തു എന്നാണ് CBI കേസ് ഡയറിയിൽ എഴുതി വെച്ചത്. ശിക്ഷിക്കപ്പെട്ട സജ്ജൻ കുമാർ MP വഴിയിൽ ഇറങ്ങി നടന്ന് നിർദ്ദേശം കൊടുത്ത ആൾ മാത്രമാണ്. ജഗദീഷ് ടൈറ്റ്ലർ, HKL ഭഗത് എന്നീ മുതിർന്ന നേതാക്കളുടെ പൂർണ്ണ അറിവോടെയാണ് കൂട്ടക്കൊല നടന്നത് എന്ന് CBI കുറ്റപത്രത്തിലുണ്ട്. സിഖ് വിരുദ്ധ കലാപത്തിൽ കുറ്റക്കാരനാണ് എന്ന് ജസ്റ്റിസ് നാനാവതി കമ്മീഷൻ എഴുതി വച്ചു എന്നല്ലാതെ ജഗദീഷ് ടൈറ്റ്ലർക്കെതിരെ ഒരു കേസ് പോലും ഉണ്ടായില്ല. നിരവധി കമ്മീഷനുകൾ കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ടും HKL ഭഗത്തും ശിക്ഷിക്കപ്പെട്ടില്ല. ഭഗത്ത് 2005 മരിക്കുകയും ചെയ്തു. 40 വർഷത്തിന് ശേഷം സജ്ജൻ കുമാർ ശിക്ഷിക്കപ്പെടുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കാൻ മറ്റ് ചിലതുകൂടിയുണ്ട്. ഇനിയും വേണ്ട വിധം വിചാരണ പോലും നടക്കാത്ത ഗുജറാത്ത് കൂട്ടക്കൊലയിലും നിരവധി വ്യാജ ഏറ്റുമുട്ടൽ കേസുകളിലും ഏതെങ്കിലും കാലത്ത് ശിക്ഷ ഉണ്ടാകും എന്ന വിശ്വാസമാണത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.